ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുത്തല്ലോ റൗണ്ടിലാക്കിയിട്ട്. അപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡ് യൂസ് ചെയ്തിട്ടാട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബാക്കിയൊക്കെ വരുമ്പോൾ നമുക്ക് പൊടിച്ചിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇതുപോലെ എന്തെങ്കിലും ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ബാക്കിയൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെയുള്ളൊരു സ്ക്വയറിലുള്ള ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് സ്ക്വയർ ആക്കിയിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി അടുത്തതായിട്ട് സ്റ്റൗവിലൊരു പാന് ചൂടാവാനായിട്ട് വെക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് പീസ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആക്കിയിട്ടാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ ഒരു മീഡിയം ടു ലോയിൽ ഇട്ടാൽ മതി, ഫുള്ളിലൊന്നും ഇടരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒന്ന് ചൂടായി വന്നാൽ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ല ക്രിസ്പി ആക്കി എടുക്കണം, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ തീയും ഇട്ടിട്ട് മറന്നു പോകരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അടിയിലുള്ളതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതിയേ. അപ്പോൾ അതാ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിഭാഗത്തുള്ളതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ കണ്ടില്ലേ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ടൈം കൂടെ നിൽക്കുക, പിന്നെ ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുക്കുക കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടായി വന്നിട്ടുണ്ട് അല്ലേ, നല്ലതുപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി നമുക്ക് അടുത്ത് വേറൊരു പാന് വെക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വേറൊരു പാൻ വെച്ച് കൊടുത്തു കേട്ടോ. അതിലേക്ക് ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിന് കൂട്ടത്തിൽ നമുക്ക് ഒരു 2-3 അല്ലി കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അത് ഏകദേശം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് വരും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടി കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ആ മസാലയുടെ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ക്രിസ്പി ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വല്ലാണ്ട് അങ്ങ് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ വെച്ചാൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പാത്രം മാറ്റിയെടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കടായിലോട്ട് അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് 2 അല്ലെങ്കിൽ 3 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ബ്രെഡിന്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ആക്കിയിട്ട് ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്തുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കട്ടെ. ഈ ബ്രെഡ് അങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല, എന്താ വെച്ചാൽ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നല്ലതുപോലെ മിക്സ് ആയിട്ട് വരും. അപ്പോൾ ഇതാ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു പിടിയോളം കുറച്ച് മതി കേട്ടോ മല്ലിച്ചപ്പും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കുടഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ അതേപോലെ തന്നെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡിൻ്റെ മസാലയാണ്. അപ്പോൾ ഇത് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇതിൽ ആ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.